MyG presents Tamasha Bazaar, powered by Jipro Amazing Ceiling Designs. കളിയും ചിരിയും കച്ചവടത്തിന്റെ രസച്ചരടുകളുമായി കുറെ പേരുണ്ട് ഈ ഷോപ്പിംഗ് മാളിൽ. ഇത് ജെനിഫർ ലോപ്പസ് എന്നറിയപ്പെടുന്ന രജനി. ഒപ്പം എന്തിനു വേദനും കൂട്ടായി പച്ചപ്പരിഷ്കാരി റമോയും. വരുന്ന കസ്റ്റമേഴ്സിന്റെ മുഖം വെളുപ്പിക്കാമെന്ന് പറഞ്ഞ് അവരുടെ കുടുംബം വെളുപ്പിക്കലാണ് ഇവരുടെ പ്രധാന വിനോദം. ഈ മോളിലെ പ്രമുഖ വസ്ത്രവ്യാപാരി ബേബിച്ചൻ. ലേറ്റായി വന്ന് ബേബിച്ചായന്റെ ജീവിതത്തിൽ ലേറ്റസ്റ്റായി മാറിയവളാണ് ഭാര്യ ഹണി. പ്രായവ്യത്യാസം തന്നെയാണ് ഇവരെ മൊത്തത്തിൽ വ്യത്യസ്തരാക്കുന്നത്. കാപ്പിയും ചീനിയും വിറ്റ് നടന്ന പാപ്പച്ചൻ ഈ മോളിൽ വന്നപ്പോൾ പേര് ഒന്ന് പരിഷ്കരിച്ചു, കാപ്പച്ചീനോ പാപ്പച്ചൻ. ഒപ്പം മുതലാളിയോട് കൂറുള്ള ഒരു തൊഴിലാളിയെയും പാപ്പച്ചന് കിട്ടി, ഉത്തമൻ. പിന്നെ ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്താനും പാഠം പഠിപ്പിക്കാനും ഈ മാളിലെ PROയും. കൊല്ലുന്നവരെ നേരിൽ കണ്ടാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവരോട് എന്ത് പറയും? இன்னைக்கு துர்காஷ்டமி உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். വേഷം കണ്ടപ്പോ മനസ്സിലായി കാണും ഞാൻ ആരാണെന്ന്. TTR അല്ലേ? TTR ജോക്കറായിരിക്കും. അണച്ചു പോരാ. ഏതോ ഹസ്ത തതോ മന എന്ന് വെച്ചാ എങ്ങും വെക്കണ്ട, അത് ഓർത്ത് വെച്ചാ മതി. ആയിക്കോട്ടെ, എനിക്ക് അയ്യോ ഉത്തമ, ഇതെന്താ സംഭവം? ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഹണി മേഡം ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങിയത് അറിഞ്ഞില്ലേ? അത് ഞാൻ കേട്ടായിരുന്നു. അപ്പൊ മേഡത്തിന് അതിനൊന്നും സമയമില്ല. എവിടെയൊക്കെ ഈ പാചകം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുക. മൊത്തം ഉത്തരവാദിത്തം ഇപ്പൊ ബേബിച്ചനാ. ബേബിച്ചൻ ഇപ്പൊ കളിച്ച് കളിച്ച് ഇങ്ങനെയായി. എങ്ങനെ നടന്ന മനുഷ്യനായത്? എന്ത് ചെയ്യാനാ? എന്തൊരു ഗമയ്ക്ക് നടന്ന മനുഷ്യനായത്. എന്താ ഇങ്ങനെ ബേബിച്ച? നിങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് ഞാൻ എന്താ ഇത്ര വലിയ തെറ്റാ ചെയ്തത്? കാര്യം ഞാനൊരു ജൗളി കച്ചവടക്കാരനായിരിക്കും എന്ന് വെച്ച് എന്റെ ഉള്ളിലുള്ള ഒന്നും എനിക്ക് കളയാൻ പറ്റിയില്ല. നാട്യശാസ്ത്രത്തിലെ ഭരതമിനി എന്നാ പറഞ്ഞത്? ഭരതമിനിയോ? മിനി ഭരതൻ. ഇത് ഭരതൻ. ഈ ഭരതമുനിയാണോ ഉദ്ദേശിക്കണേ? ആ പുള്ളിക്കാരൻ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? ഏതോ ഹസ്ത തതോ മന. ആണല്ലേ? കൈയെത്തിനടുത്ത് മനസ്സെത്തണം, മനസ്സെടുത്ത് കണ്ണെത്തണം, കണ്ണെത്തുന്നിടത്ത് അവിടെ നിന്ന് പൊക്കോണം. അതൊക്കെയാണ്. അതുകൊണ്ടേ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോട്ടോ, കൂടുതൽ വേഷം കൊണ്ടൊന്നും ഇറക്കണ്ട. ഞാൻ പഴയ ബേബി കുഞ്ഞൊന്നുമല്ല, നാട്യ കോകിലം ബേബി കുഞ്ഞ്. നാട്യ കോകിലോ? ഗാന കോകിലം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്ത് ഈ നാട്യ കോകിലം? എടോ, ഈ നാട്യം എന്ന് വെച്ചാ എന്താ? നൃത്തം. ഈ കോകിലം എന്ന് വെച്ചാ എന്താണ്? കോകിലം അതന്നെ. അപ്പൊ മനസ്സിലായില്ലേ? ഈ നൃത്തം കണ്ട ആൾക്കാർ മൊത്തം കൂവലായിരിക്കും. എന്റെ മാഷിന് വല്ലതും പറഞ്ഞുണ്ടല്ലോ, എന്റെ ഉള്ളിൽ കിടക്കുന്ന മൃഗത്തെ പുറത്തെടുക്കും. ഞാൻ പറഞ്ഞ കേട്ടോ. എന്തിനാ രമ ആവശ്യമില്ലാത്തവരോടൊക്കെ സംസാരിക്കാൻ പോകുന്നത്? അതെ, രമ എന്ന് രമയായി. അയ്യോ, ഇത് വല്ലാത്ത കഥയാണല്ലോ. ഇപ്പൊ അവരൊരു സെറ്റ്, നമ്മളൊരു സെറ്റ്. ഓരോന്ന് ഇറങ്ങിക്കോളും.
പോയി ചായ ഇട്, പോടാ. റമോ, എന്താ ഇങ്ങട് വന്നേ. എന്തിനു? ഇങ്ങട് വരാൻ. ആ വന്നു. ദേ, ആ ബേബിച്ചൻ ഇമാതിരി കോക്കറി കാണിക്കുന്നൊക്കെ എനിക്ക് മനസ്സിലാവും. ഹണി ഒരു നർത്തകിയാണ്, അവക്കൊരു ഡാൻസ് സ്കൂൾ ഉണ്ട്. നീ ഇതെന്തുദ്ദേശിച്ചിട്ടാ? മേഡം ഇങ്ങോട്ട് പറഞ്ഞേ. ആ, എന്റെ പൊന്ന് മേഡം, മേഡം സമയാസമയം എനിക്ക് ശമ്പളം തരുന്നില്ല. ഞാൻ ആകെ ബുദ്ധിമുട്ടില്ല. അവിടെ മുറിച്ചിരിക്കുന്ന മുടി വാരി എനിക്ക് തിന്നാൻ പറ്റുമോ വിശപ്പിന്? അവിടെ കൂടിയ പിന്നെ ജ്യൂസും പിടിച്ചിരുന്നു, ഇഷ്ടംപോലെ ഭക്ഷണം തരുന്നുണ്ട്, സമയാസമയം ആഹാരം കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊന്നും കൂടിയതാ. എന്നോടൊന്നും തോന്നരുത് പ്ലീസ് മേഡം. അയ്യേ. രമ, എങ്ങോ ഈ ബോയ്സുമായിട്ട് അധികം കമ്പനിയൊന്നും വേണ്ട കേട്ടോ. വോയിസോ? അയാളെ ഉദ്ദേശം തന്നെയാ പറഞ്ഞത്. ഇല വന്ന് മുള്ള വീണാലും മുള്ളു വന്ന് ഇല വീണാലും കേടാർക്കാ ആർക്കാ? വാഴിക്ക് തന്നെയാണ്. ആ പോട്ടടി ബബിതേ, ക്ഷമിക്ക. കവിതയോ? അതെ. ഈശ്വരാ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എന്തൊക്കെ തോന്നിവാസമാണോ എന്തോ. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഉത്തമ്മ, ഒരു ഗ്ലാസ് വെള്ളം തരുമോ പ്ലീസ്? അയ്യോടി, പോകുന്ന പോക്കണ്ടില്ലേ? അതെ, എന്റെ ബോസ് ജിനി എന്നെ പറഞ്ഞു വിട്ടാലും എന്നെ പറഞ്ഞു വിടില്ല എന്റെ ബബിത എന്നെ. ഞാൻ അങ്ങനെ നിന്നെ പറഞ്ഞു വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. പാചകമേളയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, എന്നെ അഭിപ്രായമായിരുന്നു പാചകമേളക്ക്. ഞാൻ പ്രത്യേക ഒരു ഐറ്റം ഉണ്ടാക്കിയായിരുന്നേ. പാവയ്ക്ക് വെച്ചിട്ട് ഒരു പായസം. ഓ, എന്നെ അഭിപ്രായമായിരുന്നു. ആൾക്കാരെല്ലാവരും പറയുക കഴിച്ചിട്ടോട്ട് ഇറക്കാനും മേല, മധുരിച്ചിട്ടോട്ട് തൂപ്പാനും മേല. എന്നാ എന്റെയും ഇവിടത്തെ അവസ്ഥ ഏതാണ്ട് ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ്. പാവയ്ക്ക പായസം ഇവിടെ ഉണ്ടാക്കിയായിരുന്നോ? ഇല്ല, അതൊക്കെ മേലെ. അതെ, ഈ ബേബിച്ചത് എന്നാ പറ്റിയതേ? കാലിൽ ചെലങ്കയൊക്കെ കെട്ടിട്ട് രാവിലെ തൊട്ട് ഇവിടെ എന്ത് കൂത്താണെന്നറിയോ? നന്നായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്ത് കൂത്ത്? എന്താ കാണിച്ചിട്ടുണ്ടെന്നാ? ഇതൊക്കെ കണ്ടിട്ട് ഹണി നിനക്കൊരു നാണക്കേടുമില്ലേ? എന്തിനാ നാണക്കേട്? ബേബിച്ചിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ. ബേബിച്ചൻ എത്ര നല്ല കലാകാരനാണെന്നറിയോ? പാട്ട് പാടും, ഡാൻസ് കളിക്കും, എഴുതും, അങ്ങനെ എന്തൊക്കെ കഴിവുകളാണെന്നറിയാവോ? അങ്ങനെ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ചതാ. ഇത് കലാമണ്ഡലമാണോ അതോ കല്യാണ മണ്ഡപത്തിൽ തുള്ളിക്കോണ്ട് നടന്നാണോ എന്നൊക്കെ ഇപ്പൊ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. അതെ, കൂടുതൽ അങ്ങോട്ട് കയറി പറയരുത് കേട്ടോ. എന്റെ സാഹിത്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ നല്ല ഒന്നാന്തര രീതിയിൽ സാഹിത്യം എഴുതുന്ന ഒരാളാണ്. എന്റെ കൃതികൾ എന്ന് വെച്ചാലുണ്ടല്ലോ, അത് ഈ വീട്ടിൽ വളർത്തുന്ന പട്ടിയെ പോലെയാ. അതെന്നാ, കടിക്കോ കൊരയ്ക്കോ? അങ്ങോട്ട് പോകുന്ന പോലെ തന്നെ തിരിച്ചിങ്ങോട്ട് വരും. ഞാനൊരു പുതിയ ബുക്ക് എഴുതി ഇറക്കിയായിരുന്നു. എന്നാ ഹിറ്റാന്നറിയോ? സ്ത്രീകളുടെ ഇടയിൽ തട്ടിപ്പറിച്ചാണ് അവര് വായിക്കുന്നത്. അയ്യോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഏതാ ബേബിച്ച? സൗന്ദര്യത്തെ കുറിച്ചായിരിക്കും. അല്ല, സ്ത്രീകളുടെ വസ്ത്രധാരണങ്ങളെ കുറിച്ച്. അതൊന്നുമല്ല. കെട്ടിയോനെ തട്ടാൻ 8 വഴികൾ. അടിപൊളി. എന്റെ ഹണി, അതിൽ ഒരു കോപ്പി മേടിച്ചിട്ട് ഏതെങ്കിലും ഒരു വഴി പ്രയോഗിച്ചൂടായിരുന്നോ? എന്താ വായി നോക്കൊണ്ട് നിൽക്കുന്നേ? അത് വഴിയുണ്ടെന്ന് പോയേ. പിന്നെ പറഞ്ഞേ, ഇത് ജനിക്ക് കുശുമ്പ. ഞങ്ങളെ മെയ്ഡ് ഫോർ ഈച്ച് അതർ. നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അല്ല, നിങ്ങൾ മാഡ് ഫോർ ഈച്ച് അതർ. പ്രാന്ത, പ്രാന്ത്. ഇത് കുശുമ്പ കേട്ടോ. ഞാൻ ഡാൻസ് ക്ലാസിന്റെ ഓണർഷിപ്പ് ബേബിച്ചിന് കൊടുത്തതിന്റെ കുശുമ്പ. അതെ, എന്നോട് നിങ്ങൾ ബുക്ക് എഴുതിയാരും ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. പറഞ്ഞാ നീ അത് പ്രയോഗിച്ച് എന്നെ കൊന്നാലോ? ഓ, ഇവക്ക് തന്നെ അത്ര സൂക്കേടാ. ഹണിയേ, നീ ഷോപ്പിലേക്ക് തന്നെ. കസ്റ്റമേഴ്സ് വരികയല്ലേ, ആൾക്കാർക്ക് സാധനം എടുത്ത് കൊടുക്കണ്ടായോ? അങ്ങോട്ട്. ആ ഡാൻസ് സ്കൂളിന്റെ ചാർജ് ഇങ്ങനെ ഏൽപ്പിക്കണ്ടായിരുന്നു. ഇത് എന്തൊരു മനുഷ്യൻ ഇത്. അയ്യോ, അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? ഹണി ഡാൻസുകൾ തുടങ്ങില്ലേ? ഞാനല്ലേ ഇപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. തന്നെയല്ല, ഞാൻ പണ്ടോട്ടെ ഒരു ഡാൻസർ ആണല്ലോ. ഒന്ന് പോകണം, ചുമ്മാ തള്ളി പറഞ്ഞു. അയ്യോ, എത്രയോ ആൾക്കാരെ ഞാൻ ഡാൻസ് പഠിപ്പിച്ച് കലാതിലകങ്ങളാക്കിയിരിക്കുന്നു, സിനിമ നടിമാരാക്കിയിരിക്കുന്നു. ശരിക്കും അമ്മയാണ് സത്യം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോ ഞാനും അത് വിശ്വസിക്കാറില്ല, പക്ഷെ അതാണ് യാഥാർത്ഥ്യം. എന്തായാലും കൊള്ളാം. ഈ കോലം കെട്ടലും ഡാൻസും കൂത്താക്കി ഇതിന് പുറത്ത്, മാളിന് പുറത്ത് ഗസ്റ്റിനെ വിളിക്കണം. എനിക്ക് സെലിബ്രിറ്റീസിനെ കൊണ്ട് എന്റെ പരിപാടി നടത്താനുള്ള സമയമായി. അതിനെന്താ ഗസ്റ്റുകൾ വന്നിട്ട് ഞാനിവിടെ നിൽക്കുന്നതിന് എന്താ കുഴപ്പം? അയ്യടാ, ഗസ്റ്റുകളുടെ മുന്നിൽ കൂടെ നിർത്താൻ പറ്റിയൊരു സാധനം ഒന്ന് പോയോടുന്ന്. പൊക്കോളാം. ഇന്ന് ആരാ ഗസ്റ്റ്? പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഗസ്റ്റിനെ വിളിക്കാനായിട്ട്? ഞാൻ നാട്ടുകാരോട് പറഞ്ഞോളാം. എന്നാലും ആരൊക്കെയാ ഗസ്റ്റ് ഒന്ന് പറയും? ഒരാണും ഒരു പെണ്ണും. ആണും പെണ്ണും ഉണ്ട്. ആണാരാ? പറയത്തില്ല. ആണാരെന്ന് പറയുന്നേ? ഒന്ന് പോയ അവിടെ. എന്നാരാന്ന് എനിക്കിട്ട് അറിയോ വേണ്ട. ആഹാ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയൂ. അത് ഗായത്രി സുരേഷ്. ആരാ? ഗായത്രി സുരേഷ്. അയ്യോ, എന്റെ കുഞ്ഞ്. കുഞ്ഞോ? ആ, ഗായത്രി സുരേഷ വരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയരുത് കേട്ടോ. അയ്യോ, ആ കുട്ടി നെർവസ് ആകും. ആന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ചെന്റെ കാലം നിൽക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമും അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയല്ല. ഒന്ന് പോടുന്നു. ഗായത്രി സുരേഷ് എന്തിന് ഈ കാലം വന്ന്? ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാനുള്ള വിവരം ആ കുട്ടിയോട് ഒരു കാരണവശാലും പറയരുത്. ചേട്ടാ, അത് എന്നാന്നേ? അതിന് കാരണമുണ്ട്, തക്കതായ കാരണമുണ്ട്. പറ എന്താന്ന്. അതിനെ 3 വയസ്സ് തൊട്ട് ഇവിടം വരെ പഠിപ്പിച്ച് ചലച്ചിത്ര താരമാക്കിയതാരാ? ഈ ഞാനാ. അല്ലതാരാ? ശരിക്കും അമ്മയാണ് സത്യം. കൊണ്ട ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ അത് മാത്രമല്ല, ശോഭന, ഉർവശി, ശാരദ ഇവരെയൊക്കെ പഠിപ്പിച്ചതാരാ? ഞാനാന്ന്. ഇത് സത്യം. ആരായി നിൽക്കുന്നേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഞാനുള്ള വിവരം ആ കുട്ടിയോട് പറയരുത്. അത് ഞാൻ പറയും. നല്ല കാര്യമല്ല കേട്ടോ ചെയ്യുന്നത്. പറയരുത്.
ഞാൻ പറയും ഇത്ര വലിയ ആളാണെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കും ഗായത്രി കാണണം അങ്ങനെയാണെങ്കിൽ മാഷിനെ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. ഈ പ്രശസ്തരായ ആൾക്കാരുടെയൊക്കെ കൂടെ പഠിച്ചവരെ അവരെയൊക്കെ പരിചയപ്പെടുന്ന ടി വിക്കകത്തൊരു പരിപാടിയില്ല എന്താ ആ മറ്റേ ഈ പഴയ കാലത്തിലെ ആൾക്കാരെ കൊണ്ടുവരുന്നത് കാണിക്കുന്നത് സർപ്രൈസ് ആയിട്ട് കാണിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു. അങ്ങനെ വിളിക്കണം. ആ കുട്ടിക്ക് ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് അതാണ് മാഷ് വരുന്നു എന്നൊക്കെ പറഞ്ഞു എനിക്കൊരു ബിൽഡപ്പ് ആവും, ആ കുട്ടിക്ക് ഒരു ബിൽഡപ്പ് ആവും. ഞാൻ അതാണ് ഏറ്റവും നല്ലത്. അപ്പം വിളിക്കുമ്പോ എന്നെ വിളിച്ചാൽ ഞാൻ വരാം കേട്ടോ. അപ്പൊ അവിടെ പോയി പോട്ടെ. പക്ഷെ എന്നാൽ ഈ മനുഷ്യന് വന്നൊരു മാറ്റം എങ്ങനെ നടന്ന് ബേബിച്ചായനാ. പക്ഷെ പറഞ്ഞത് നേരാണെങ്കിൽ നമ്മുടെ ഗായത്രി സുരേഷ് വരും. ഇന്നൊരു നല്ല സർപ്രൈസിന് കോളുണ്ട്. മൈ ജി മൈ ജനറേഷൻ ഡിജിറ്റൽ ഹബ് തമാശ ബസാർ co-powered by Jipro Amazing Ceiling Designsന്റെ മറ്റൊരു അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. സ്വാഗതം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഗായത്രി സുരേഷ് മാത്രമാണോ നമ്മുടെ തമാശ ബസാർ കാണാൻ വരുന്നതെന്ന്. പക്ഷെ അല്ല, ഗായത്രി സുരേഷിനോടൊപ്പം യുവനിരയിലെ ഒരു മിന്നും താരം. അദ്ദേഹം ഒരു തിരക്കഥാകൃത്താണ്, ഒത്തിരി സിനിമകളുടെ അഭിവാജ്യ ഘടകമാണ്. കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന ഒറ്റ സിനിമയിലൂടെ മലയാളികളുടെ ഒരു സൂപ്പർ ഹിറ്റ് നായകനായി മാറിയ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. അതോടൊപ്പം തന്നെ ദ വെരി ബ്യൂട്ടിഫുൾ ദ വണ്ടർഫുൾ ആക്ട്രസ് ഗായത്രി സുരേഷ്. നമസ്കാരം. വെൽക്കം വിഷ്ണു ചേട്ടാ. അപ്പൊ ഏതായാലും വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അതോടൊപ്പം തന്നെ ഗായത്രി സുരേഷ്. മലയാള സിനിമയില് ഒരുപാട് പുതിയ നായകന്മാരും നായികമാരും പോയ കുറച്ച് വർഷങ്ങൾക്കിടയിൽ വന്ന് ചേക്കേറി അതിൽ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള രണ്ട് യുവ താരങ്ങളാണ്. വെൽക്കം ടു തമാശ ബസാർ. വിഷ്ണുവിന്റെ പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന? ചിൽഡ്രൻസ് പാർക്ക്. യെസ്, അതിന് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ട്. ഷറഫൊക്കെ ഉണ്ട്, ധ്രുവനുണ്ട്, മാനസ ഉണ്ട്, സൗമ്യ ഉണ്ട്. ഷാഫി സാറാണ് ഡയറക്ഷൻ, റാഫി സാറാണ് സ്ക്രിപ്റ്റ്. എല്ലാം കൊണ്ടും വലിയൊരു പടമാണ്. പിന്നെ നമ്മുടെ ഞങ്ങൾ എഴുതുന്ന പടം, ഞാനും ബിബിനും സ്ക്രിപ്റ്റ് ചെയ്യുന്ന പടത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണം. അതിന്റെ ലൊക്കേഷനിൽ നിന്ന് ഞാൻ വരുന്നത് ഒരു യമണ്ടൻ പ്രേമകഥ. അടിപൊളി. ദുൽഖറിന്റെ സിനിമ. ദുൽഖറിന്റെ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്യുന്നു, അതിന്റെ അഭിനയിക്കുന്നുണ്ട്. അതെ, അതിന്റെ സ്ക്രിപ്റ്റിങ്ങും അല്ലെ, രണ്ടു കൂടിയാണ്. ബിബിൻ ചേട്ടനും വിഷ്ണുവും കൂടെ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും, നിങ്ങളുടെ സ്ക്രിപ്റ്റിങ്ങിൽ വന്നിട്ടുള്ള അമർ അക്ബർ അന്തോണി ആയിക്കോട്ടെ, എല്ലാ സിനിമകളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളാണ്. ആ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒന്ന് പറയൂ. ഞങ്ങൾ 6ാം ക്ലാസ് തുടങ്ങി. അതെ, 6ാം ക്ലാസ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവർ രണ്ടുപേരുടെ ഈ ഒരു ഡ്യുവോ. അതിനുശേഷം എപ്പോഴോ സിനിമ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ഞങ്ങൾക്ക് തന്നെ അഭിനയിക്കാനെന്നും പറഞ്ഞിട്ട് എഴുതിയതാണ്. അതാണ് അമറക്ക് പന്തോലി. പക്ഷെ ആ സമയത്ത് നാഷിക അത് 3 സൂപ്പർ സ്റ്റാർസിനെ കൊണ്ട് തന്നെ ചെയ്യിച്ചു. പക്ഷെ അടുത്ത പടം അത് വിഷ്ണുവിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പടമായിരുന്നു. ഞങ്ങൾ വേറൊരു താരത്തിനെയൊക്കെ മനസ്സിൽ കണ്ട് എഴുതിയ പടം. പക്ഷെ അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡേറ്റിൻ്റെ ചില ഇഷ്യൂവും പിന്നെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അത് ആ പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്ത, താരത്തിന് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ ആദർശിക്ക് പറഞ്ഞ് എന്നാൽ പിന്നെ ഇവനോ ചെയ്താൽ പോരെ, ഇവന് പറ്റിയ സ്ക്രിപ്റ്റാണല്ലോ എന്ന് പറഞ്ഞു. എന്താ നമുക്ക് വേറെ എന്താ നോക്കാനുള്ളതെന്ന് പറഞ്ഞു. നമ്മൾ ഈ കാരണവന്മാർ പറഞ്ഞ് എതിർക്കാൻ പാടില്ല, ഞാൻ സമ്മതിച്ചു. അതാണ് കട്ടപ്പനയിലെ ഋതിക് റോഷൻ. ഗായത്രിയും കുറച്ച് നാളുകൾക്ക് മുമ്പ് സിനിമയിലേക്ക് ഇങ്ങനെ ജമുന പ്യാരി ഒരു ഓട്ടോറിക്ഷ കയറി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ സഡൻ ബ്രേക്ക് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്ന് ഇറങ്ങി മലയാള സിനിമയിലേക്ക്. പിന്നെ ഈ തൃശ്ശൂർക്കാരി മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറുകയായിരുന്നു. അതെ, അങ്ങനെയാണ്. എന്താണ് ഊട്ടി സ്വയം ഒരു വിശ്വാസം ഇല്ലാത്തത് അല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അതെ, എളുപ്പൊക്കെ കാണിക്കണമല്ലോ. അത് ഇങ്ങോട്ട് കയറുമ്പോ തന്നെ എന്നോട് പറഞ്ഞു, മേക്കപ്പ് കഴിഞ്ഞപ്പോഴത്തേനും ഗായത്രി പറഞ്ഞു, അവിടെ എന്ത് പറഞ്ഞാലും നമ്മള് ഇങ്ങനെയൊക്കെ റിയാക്ഷൻ കൊടുക്കണം, എന്നാലാണ് അത് കട്ട് ചെയ്ത് അവർ ഇടുള്ളൂ.
ഞാൻ പറഞ്ഞ ഓക്കെ കാര്യം കൊച്ചു കള്ളി എല്ലാം പഠിച്ചു പോയി കേട്ടോ. പുതിയ വിശേഷങ്ങൾ. ഇതന്നെ ചിൽഡ്രൻസ് പാർക്കാണ് അടുത്തത്. പിന്നെ ഒരു തെലുഗു സിനിമ ചെയ്യാനുള്ള അതെ, നാട് വിട്ട് പോവാൻ തീരുമാനിച്ചു. നെവർ ഒന്ന് പോയി തിരിച്ചു ട്രിപ്പ് അടിയാണ്. അത്രേ ഉള്ളൂ. ഹീറോയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ. അതെ, ഇത് രണ്ടെണ്ണമാണ് ഒന്ന് ഇറങ്ങാനുള്ളത്. ചിൽഡ്രൻസ് പാർക്കിലെ നിങ്ങളുടെ ക്യാരക്ടറൊക്കെ എന്താണ്? രണ്ടുപേരുടെ. എന്റെ ക്യാരക്ടർ പേര് വിജി എന്നാണ്. 3 മാസം പ്രായമുള്ള കുട്ടിയുടെ അമ്മയാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു വ്യത്യാസം വെച്ചുറ്റി വന്നതാണ്. സാധാരണ ഏത് നായകന്മാരോടും ഇതിലെ കഥാപാത്രത്തിൽ എന്താ പ്രത്യേകം വെച്ചാൽ ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഇതല്ലാണ്ട് ഞാൻ ഒരു നായികമാരും പറയാൻ കേട്ടിട്ടില്ല. അപ്പൊ ഇത് നേരെ തിരിച്ചാണ്. കുറച്ച് അല്ല, ഒരു വ്യത്യാസത്തിലുള്ള ബോൾഡ് ആയിട്ടുള്ള കുറച്ച് ഇതിൽ ശരിക്കും ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആണല്ലേ? ശരിക്കും ബോൾഡാണ്. ഭയങ്കര മനസ്സിലായത്. ഗായത്രിക്ക് ഇപ്പോഴാണ് പരിപാടി കിട്ടിയത്. വിഷ്ണുവിന്റെ ക്യാരക്ടർ ഇതിൽ എന്താണ്? വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. പറയൂ, എന്താണ് ക്യാരക്ടർ? എന്റെ ക്യാരക്ടറുടെ പേര് ജെറി എന്നാണ്. അതെ, വളരെ ബോൾഡായ ഒരു പേര്. ഒട്ടും ബോൾഡ് അല്ലാണ്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ഐഡിയ ഉള്ള ഒരാളായിട്ട് ഫണ്ണാണ് മൊത്തം. ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു. അതായത് ഇതിൽ ബാക്കിയുള്ള താരനിരം നോക്കിയാലും എല്ലാ ഈ കാക്കിരി പിക്കിരി പിള്ളേരെ പോലെ നിങ്ങൾ എല്ലാവരും കൂടി നല്ല രസമായിരുന്നു. ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെ തന്നെയായിരുന്നു. സെറ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഒന്ന് പറയൂ. ഭയങ്കര രസമായിരുന്നു. ഇതിലെ ആർട്ടിസ്റ്റുകളുടെ ഒരു ഇത് നോക്കുമ്പോ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകളാണ്. യൂത്ത് സെറ്റാണ്. ഹരീഷേട്ടനുണ്ട്. ഹരീഷേട്ടൻ്റെ ഒക്കെ ഉഗ്ര ക്യാരക്ടറാണ് പടത്തില്. അതിന്റെ സസ്പെൻസുകൾ ഞാൻ കളയാനുള്ള, അത് പടം കണ്ടു തന്നെ എൻജോയ് ചെയ്യാന്നുള്ള. നമസ്കാരം. നമസ്കാരം. ഇനി ഞാൻ എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഈ വേഷം കണ്ടപ്പോ മനസ്സിലായി കാണും ഞാൻ ആരാണെന്ന്. TTR അല്ലേ? TTR ജോക്കറായിരിക്കും. ജോക്കറും TTR ഒന്നുമല്ല. ഞാൻ മജീഷ്യൻ മോഹനൻ കാര്യാട്ട്. സാമ്രാട്ടെന്നൊക്കെയുള്ള സാധാരണ പറയാം. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ മാജിക് നടക്കുന്നിടത്തുനിന്ന് കാര്യമായിട്ടൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് ഭാര്യയായിട്ടിട്ട പേരാണ് കാര്യാട്ട്. മജീഷ്യൻ എന്താ ചെയ്യണം? എന്തെങ്കിലും ചെയ്യൂടാ? നിങ്ങളെ കയ്യിലുള്ള വിലപിടിപ്പുള്ള ഏതെങ്കിലും ഒരു സാധനം ഒറ്റ മനുഷ്യൻ പോലും അറിയാതെ എന്റെ കൈയുടെ ഉള്ളം കയ്യിൽ ഞാൻ വേണമെങ്കിൽ വരുത്തി കാണിച്ചു തരാം. അല്ല, ഞങ്ങളുടെ നാട്ടിൽ അതിനെ പോക്കറ്റ് അടി എന്ന് പറയണം. ഞാൻ വല്ല പ്രാവോ മുയ്യോ ഒക്കെ ആയിട്ട് പറത്തി വിടും. ഞാൻ പറഞ്ഞില്ല. എന്തായാലും ഒരു ഐറ്റം ഒന്ന് കുറെ നേരം കൊണ്ട് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചെറിയൊരു ഐറ്റം കാണിച്ചു. ഗായത്രിയുടെ സപ്പോർട്ട് വേണം കേട്ടോ. അതായത് ഗായത്രിയെ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നു, ഇവിടെ അങ്ങോട്ട് കിടത്തുന്നു, എന്നിട്ട് ഞാൻ എന്റെ പെട്ടിയിൽ നിന്ന് വാളെടുക്കുന്നു, ഒരു 3 പീസാട്ടങ്ങ് വെട്ടുന്നു. ഈ കൊച്ചിനെയോ? വേണ്ടട്ടോ. ഇല്ല, magician അല്ലേ, പറ്റും. മാജിക്കിൽ പലരും ചെയ്തത്, വിദേശ മജീഷ്യൻസ് ഒക്കെ ചെയ്തത് നല്ല രസമാണ് കാണിക്കാൻ. 3 പീസായിരിക്കും, എന്നിട്ട് 3 പീസ് അനങ്ങുകയും ചെയ്യും, ഹായ് എന്നൊക്കെ പറയും. കണ്ടിട്ടുണ്ടല്ലേ കൊച്ചു കാലാടി. അതറിയാം. അപ്പൊ ഓക്കെ അല്ലേ? സമ്മതിച്ചല്ലോ. ആ ഒരു മനസ്സിന് വളരെ നന്ദി. വാളെടുക്കാം. ഫോൺ അടിക്കണം. ഫോൺ വക്കീല. ഹലോ. ആ വക്കീല്, എന്നത്തേക്ക്? വലിയ പിടിപാടാണ്. 16-ാം തീയതിയിലേക്കാ കേസ് മാറ്റി വെച്ചോ? എന്നാ 16-ാം തീയതി നമുക്ക് വരാം. നേരെ കോടതിയിലെത്തി. ഞാൻ എന്താണ് കേസൊക്കെ? കേസോ? ഇപ്പൊ പറഞ്ഞ ഈ ഐറ്റം ഇല്ലേ, അത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞൊരു സ്റ്റേജിൽ നടത്തിയായിരുന്നു. ആ പെങ്കൊച്ചിനെ 3 പീസായിട്ട് അങ്ങോട്ട് വെട്ടിയിട്ടില്ലേ, കൊച്ചു തട്ടിപ്പോയി. അതിന്റെ കേസാണ്. പിന്നെ 3 പീസായിട്ട് വെട്ടിയിട്ട് കൊച്ചു തട്ടിപ്പോയില്ല, അതിന്റെ കേസാ. അത് കുഴപ്പമില്ല. ഗായത്രി വേണം കിടന്നു. അല്ല, വേണ്ട ചേട്ടാ. ശരി, വാ. 3 പീസാക്കി കഴിഞ്ഞാൽ ചിലപ്പോ കാണാനുള്ള സൗന്ദര്യം പോകും. 2 പീസാക്കാം. വേണ്ട വേണ്ട ഏട്ടാ, വേണ്ട. ഒരു ഒറ്റ പീസായിട്ടെങ്കിലും പ്ലീസ്, എന്റെ ഒരു ആശ്വാസത്തിന്. ഒറ്റ പീസായിട്ടല്ലേ നിക്കണം, അതവിടെ നിന്നോട്ടെ. എന്നാ ഒരു കാര്യം, നിങ്ങൾക്ക് ചങ്കൂറ്റമില്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ മാളിൽ ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങോട്ട് ഓടി വരാം. ഉണ്ടോ? അയ്യോ, നല്ല കയ്യിൽ കൊടുക്കണം. ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടും മോളുടെ ചങ്കൂറ്റം കണ്ട മോളെ. അങ്കിൾ ചെയ്യാൻ പോണ എന്താണെന്നറിയോ? അങ്കിൾ കണ്ണ് കെട്ടിയിട്ട് ഇവിടെ ആപ്പിൾ വെച്ചിട്ട് അങ്കിൾ ഇങ്ങനെ കണ്ണ് കെട്ടി കുത്തി എടുക്കുന്നതാണ്. പേടിയില്ലല്ലോ? അയ്യോ, നല്ലൊരു കൈഡ് കൊടുക്കാം. ഒരു പേടിയില്ലാന്ന് പറഞ്ഞ കുട്ടിക്ക് നല്ലൊരു. എന്താ മോളെ പേര്? മാളവിക. നല്ല പേര്. ആരുടെ പേര്? അച്ഛനിട്ടല്ലേ, പുള്ളിന്റെ അച്ഛൻ. മോൾ എത്ര പഠിക്കുന്നു? 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഏതാ സ്കൂള്? സൽസബീൽ. നല്ല സ്കൂളാണ്. എവിടെ സ്ഥലം? എവിടാണോ മോളെ സ്ഥലം? തൃശ്ശൂർ അത്താണില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. തൃശ്ശൂർക്കാരിയാണ്. എന്നാലും ആ ഒരു ധൈര്യത്തിന് കൊടുക്കാം അല്ലേ? അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യും, മകൾ ഇങ്ങോട്ട് കിടക്കുക. മോളെ ഓക്കെ.
ഈ സമയത്ത് മനുഷ്യന്റെ അവസ്ഥ. മോളെ കൊണ്ട് കിടന്നോളൂ. മോള് പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്താ ധൈര്യമായിട്ട് പഠിക്കുന്നു. ഒരാപ്പിൾ കഴിക്കാനുള്ളതാണ്. ഒന്ന് പണ്ണ് കെട്ടിയാലോ. ഇതിലെവിടെ കണ്ണു? ഇനി ആ ആപ്പിൾ നിങ്ങളെ കൈകൊണ്ട് തന്നെ കൊച്ചിന്റെ നെറ്റിയിലോട്ട് വെക്കാം. അല്ലല്ല പറഞ്ഞോളൂ. താങ്ക് യു മോളെ എഴുതേറ്റ് നല്ല നല്ല കഴിവ് കൊടുക്കാം. നിങ്ങൾ എന്താ വിചാരിച്ചത്? എന്നാലും ഈ കൊച്ചിന്റെ ധൈര്യത്തിന് ഒരു കാര്യം ചെയ്താ അങ്ങള് എനിക്ക് വളരെ ധൈര്യമുള്ള കുട്ടി ആയതിന്റെ പേരില് അങ്കിളുടെ വക ഒരു 2000 രൂപ ഇരിക്കട്ടെ. നല്ല കുട്ടി. കൊച്ചിന്റെ ധൈര്യത്തിന് എന്റെ വകയും ജുവലിന്റെ വകയും ഗായുവിന്റെ വക എല്ലാവരുടെയും കൂടി വക. എന്നാ നിൽക്കണ്ട, എന്റെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളോ ധൈര്യത്തിന്റെ അപ്രീസിയേഷൻ അല്ലേ. അപ്പൊ എന്താണെങ്കിലും വളരെ സന്തോഷം. നിങ്ങളുടെ ഈ നല്ല മനസ്സിന് വളരെ നന്ദിയുണ്ട്. അല്ല അപ്പൊ ഒരു പരിചയമില്ലാത്ത പോലെ വന്നെന്താ? അല്ല, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഏത് പരിപാടിക്ക് പോയാലും അച്ഛൻ ധൈര്യമുള്ള കുട്ടീനെ വിളിക്കുമ്പോ എവിടെ ഉണ്ടെങ്കിലും വരണമെന്നേ. അത് അച്ഛൻ കത്തിയും കൊണ്ട് ആപ്പിളിന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ ഒരു സിഗ്നൽ കൊടുക്കും. അപ്പൊ അച്ഛൻ ശരിക്കും എത്തും. അതാണെങ്കിൽ പേടിയില്ല കേട്ടോ. താനും ഉണ്ടായിപ്പോ ഈ കൊച്ചിനെയും കൂടി ഈ ഫ്രോഡിലന്റ് ആക്ടിവിറ്റിക്ക് എന്തിനാ താനും ഉൾപ്പെടുത്തണം? ആണോ? സോറി, എന്തായാലും സംഭവിച്ചു. പൈസ എന്തായാലും തിരിച്ചു വേണ്ടി വരത്തില്ലല്ലേ? ഇല്ല, അതെ കൊച്ചിനെടുത്തോട്ടെ. വാ ഏട്ടാ, കത്തിക്കുത്തി ഇനി വീട്ടില് പറഞ്ഞാട്ടല്ലേ പറ്റില്ല. നാളെ സ്കൂളിൽ പോയിക്കോണം എന്നെ പറയിപ്പിക്കാനായിട്ട്. കോട്ടയത്താ എല്ലാം പൊളിഞ്ഞല്ലോ. ഇതില്ലെങ്കിൽ പിന്നെ മാജിക് പൊളിയാതിരിക്കണ്ട. വിഷ്ണു ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിലേക്ക് കടന്നു വന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ ആവുന്നതിന് മുമ്പ് കുറെ നാള് ബാലതാരമായിട്ട് സിനിമകളിൽ വളരെ ആക്റ്റീവായിരുന്നു. അതും വില്ലൻ ക്യാരക്ടേഴ്സ്. വളരെ കൊടൂരനായിട്ടുള്ളൊരു വില്ലനായിരുന്നു ചെറുപ്പത്തിലെ ഈ കുട്ടി. പിന്നെ വളർന്നു വന്നപ്പോൾ നായകനായത്. അതെങ്ങനെയാണ് അത്രയും ചെറുപ്പത്തിലെ സിനിമയിലേക്കുള്ളൊരു എൻട്രി എങ്ങനെ കിട്ടിയത്? അത് മനുരാജ് ചേട്ടൻ്റെ മിമിക്രി ട്രൂപ്പിലുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ മനുഷ്യാൻ്റെ ഫ്രണ്ടാണ് നിഷാദ് ഖാൻ എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ. സിബി മലയിൽ സാറിൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു പുള്ളി. അപ്പോൾ എൻ്റെ വീടപ്പുൻ്റെ എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ അതിലിങ്ങനെ ഒരു ജുവനൈൽ ഹോമിൽ കാളിദാസിൻ്റെ ക്യാരക്ടർ ജുവനൈൽ ഹോമിൽ വരുമ്പോൾ അവിടെ കുറേ പിള്ളേർ വേണമല്ലോ. ദുർഗുണ പരിഹാര പാഠശാലയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ലുക്കുള്ള പിള്ളേർ വേണം. അങ്ങനെ നോക്കിയിട്ട് എന്നോട് വരാൻ പറഞ്ഞതാ. അപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാണല്ലോ എന്ന് പറഞ്ഞ് ചെന്നു. അപ്പോൾ ചെന്നിങ്ങനെ കുറേ പിള്ളേരുടെ കൂട്ടത്തിൽ നിർത്തിയതാണ്. അപ്പോൾ ഇടയ്ക്ക് ഒരു ഡയലോഗ് വന്നപ്പോൾ സിബി സാർ വന്നിട്ട് ചോദിച്ചു, ഇതിൽ ആരാ ഡയലോഗ് പറയണമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ നിഷാദ് കോടി എൻ്റെ അടുത്ത് വന്നിട്ട് നീ പറഞ്ഞോളൂല്ലേ ചോദിച്ചു. ഞാൻ പറയാം. ഇങ്ങനെ ഒരു TS രാജു ചേട്ടനാണ്, പുള്ളി വന്ന് തല്ലണ സീനാണ്. അപ്പോൾ കരയണം. എൻ്റെ അമ്മയാണ് എനിക്കറിയില്ല സാറേ എന്നൊക്കെ പറഞ്ഞ് കരയണം. അപ്പോൾ ഞാൻ ഓക്കെ, നമുക്ക് പെർഫോം ചെയ്യാൻ കിട്ടിയ സാധനമാണ്. ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ. അപ്പോൾ അന്ന് മറ്റേ ഇതാണല്ലോ ഫിലിമാണ് എൻ്റെ ഇവിടെ അപ്പൂൻ്റെ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ തന്നെ സിബി സാറ് ഇരുന്നിടത്ത് എണീറ്റ് വന്നിട്ട് എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് തന്നു. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പോലെ. പിന്നെ ആ പടത്തിൽ കുറേ സീനുകളിൽ എന്നെ ഉൾപ്പെടുത്തി. എൻ്റെ ഇവിടെ അപ്പൂൻ്റെ കാളിദാസിൻ്റെ കൂടെയുള്ള. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കട്ടപ്പനയിൽ ഋത്തിക് റോഷനിലെ കുറെ സംഭവങ്ങളൊക്കെ റിയൽ ലൈഫ് ഇൻസിഡൻസ് ആണല്ലേ? സിബി സാർ വന്ന് കൈ തന്ന പോലെ മറ്റേ ക്ലാസ്സിലിരുന്നപ്പോൾ അഭിനയിക്കാൻ വിളിച്ചത്, പിന്നെ അല്ലേ ആ ട്രാക്ക് ഒക്കെ ശരിക്കും റിയൽ ലൈഫിൽ നിന്ന് കുറച്ച് എന്റെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത് ചോര മാറാത്ത ഏടുകൾ അല്ലേ? സാഹിത്യപരമായി പറയുകയാണെങ്കിൽ ഗായത്രി എങ്ങനെയാണ് ചെറുപ്പം മുതലേ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞിങ്ങനെ ആശിച്ചു മോഹിച്ചു? എനിക്ക് ആക്ട്രസ് ആവണം തന്നെയായിരുന്നു ആഗ്രഹം. എത്ര വയസ്സിൽ തുടങ്ങി ഈ അസ്കിരി? എനിക്ക് സിനിമ ഇറങ്ങുമ്പോ സിനിമ കാണാൻ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനും കാര്യങ്ങളും. പിന്നെ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുക,
അങ്ങനെ അങ്ങനെ ഞാൻ വേറെ ആക്ട്രസ് ആവണം തന്നെയായിരുന്നു എന്റെ ആഗ്രഹം, പക്ഷെ നടക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും ഒത്തിരി നല്ല സിനിമകൾ വരട്ടെ. നമുക്ക് എല്ലായിടത്തും കൂടെ അഭിനയിക്കാൻ അതിനൊക്കെ ഗായത്രി റെഡി ആയിട്ട് നിൽക്കുകയാണ്. വെൽക്കം രണ്ടുപേരെ ഒന്നിച്ച് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ചെറിയൊരു ദൗത്യവുമായിട്ടാണ് വന്നത്. ഇത് ട്രോളി ബൗൾ, വേറൊന്നുമില്ല. ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളുടെ ചോയ്സ് ആണ്, ഞങ്ങൾ എടുത്തൊന്നും തരുന്നില്ല. നിങ്ങൾ എടുത്ത് ഞങ്ങളുടെ കൈ തന്നാ മതി, ഞങ്ങൾ വായിച്ചു തരാം ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ. സിമ്പിൾ. അപ്പൊ ആദ്യം ആർക്കെടുക്കണം? ഗായന എടുക്കണോ? ലേഡീസ് ഫസ്റ്റ്. എല്ലാരും വന്നിങ്ങനെ ലേഡി എടുത്തോ. ഏതെന്ന് എടുക്കണം? എങ്ങനെ പിടിക്കുക? അല്ല പറഞ്ഞാ മതി. ഏതാണോ? എടുത്തോ. എടുത്തിങ്ങ് തന്നോ. അയ്യോ, യു സിഗ്നിഫൈസ് യു തന്നോളൂ. യു സിഗ്നിഫൈസ്. ഓക്കെ, ഈ ചോദ്യം ആർക്കാണെന്നുള്ള ആദ്യം നോക്കട്ടെ. ഇവിടെ കേൾപ്പിക്കുന്ന ഗാനം ഏതാണ് എന്ന് കണ്ടുപിടിച്ച് പറയാ. സിമ്പിൾ. അയ്യേ, ഇതൊക്കെ എന്താണത്? വെരി സിമ്പിൾ. ആ പാട്ടൊന്ന് കേൾപ്പിച്ചു കൊടുക്കൂ. എങ്ങനെയുണ്ട്? സൂപ്പർ പാട്ട്. I'm thinking of you. Listening to the raindrops. I'm thinking of you. കാലക്ക് ഇത് ഈ മോളിൽ എഴുതിയിരിക്കുന്നതൊന്നും ഒരു കാര്യമില്ല കേട്ടോ. എടുത്തോ. സംഭവം മൊത്തം ഇപ്പുറത്തായിരുന്നു, അടപ്പ് മാറിപ്പോയതാ. അതാണ് കറക്റ്റ്. ട്രോളി കൊല്ലുന്നവരെ നേരിൽ കണ്ടാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവരോട് എന്ത് പറയും? കൊല്ലും. താങ്ക് യു എന്ന് പറയും. എന്തിന്? കൊറേയൊക്കെ എന്നെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട് മെന്റലി. ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത്? നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ. പിന്നെ തീർച്ചയായും അങ്ങനെ ഏയിൽ നിന്നും അന്നൊക്കെ ആശ്വസിക്കാം. ഇന്ത്യൻ സിനിമയിൽ നായികയായി കൂടെ അഭിനയിക്കണമെന്ന് തോന്നിയ വിലപിടിപ്പുള്ള നായികയാര്? അതെന്ത് നായികയാണ്? തെറ്റാണ്. എന്റെ കൂടെ അഭിനയിച്ചവരെല്ലാരും ഹൈലി കോസ്റ്റ്ലി നായികയാണ്. അറിയാം, എനിക്ക് മനസ്സിലായി എങ്ങോട്ടാണ്. എന്താണ് ശരിയല്ലേ? അല്ല, എന്നാലും ആകാംക്ഷ. ഇന്ത്യൻ ബോളിവുഡ്, തമിഴ് സിനിമ, അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. അല്ല, വെറുതെ എന്റെ വായിലൊരു പേര് ഓർമ്മ വന്നിട്ട് അങ്ങനെ പറഞ്ഞോളൂ. അല്ലല്ല, അത് ഗായുവിന്റെ തന്നെ. മറ്റേ നമ്മൾ പകരത്തിന് പകരം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ വേറൊന്നുമില്ല. നമ്മുടെ മലയാള സിനിമയിൽ ഒത്തിരി നമ്മൾ ഓർത്ത് വെച്ചിരിക്കുന്ന സീനുകൾ കുറെ ഉണ്ടല്ലോ. അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സീന് നിങ്ങൾ ഇവിടെ അഭിനയിച്ച് കാണിക്കണം. രണ്ടുപേരും ചേർന്ന് അഭിനയിക്കാം. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ, വിടമാട്ടെ.
அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். അത് കലക്കി എന്റെ ജുവലേ. ഹലോ, ഇത് തുടങ്ങിയപ്പോ എന്താ പറഞ്ഞു? ഇത് അഭിനയിക്കാൻ ഇങ്ങോട്ട് കാശ് തരണോ? ഇതിപ്പോ ഇതിന്റെ കാശ് എനിക്ക് ഇങ്ങോട്ടായിരുന്നോ? എന്റെ ജീവിത മാർഗമാണ് ഈ തല്ലിപ്പൊളിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ ഇനി ആര് സമാധാനം പറയും? കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് പൊട്ടിയായിരുന്നെങ്കിൽ കൈയടിച്ചാനല്ലാരും. ഇത് ഡയലോഗും തെറ്റി, ഇത് നശിപ്പിച്ച്. ഇത് ഞങ്ങള് എടുത്ത് ശരിയാക്കി. വളരെ സന്തോഷമുണ്ട് എന്റെ ഭഗവാനെ. അങ്ങനെ ജെനിയുടെ ജീവിതമാർഗം മുട്ടിച്ചതിന് വളരെയധികം നന്ദി രണ്ടുപേരോട്. അപ്പൊ ഇനിയെങ്കിലും ഇതൊക്കെ പോയല്ലോ, ഇനിയെങ്കിലും നീ പണിയെടുത്ത് നിന്നു വിചാരിക്കും. ഞാൻ എങ്ങനെ പണിയെടുക്കാതെ എങ്ങനെ പണി കൊടുത്ത് ജീവിക്കാം എന്ന് പഠിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിരുന്നു അവളുടെ പണിയായുധങ്ങളാണ് രാജാവേ നിങ്ങൾ ഈ തകർത്തത്. ഇതിപ്പം എന്തായാലും വൃത്തിയാക്കണമല്ലോ പിള്ളേരെ. ബാ, എന്തായാലും വൃത്തിയാക്കാം. Come on, boys. ഞാൻ ഈ മുകളിൽ ആകപ്പാടെ ഇച്ചിരി മേലനങ്ങി പണിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഉരുട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരിക, അത് ഉരുട്ടിക്കൊണ്ട് അവിടെ. എന്തായാലും എന്നേക്ക് ആ ഒരു ജോലിയും കൂടെ ഇല്ലാതാക്കി തന്നതിൽ വളരെ ഉപകാരമുണ്ട്. ഇനിയിപ്പൊ എനിക്ക് തിരിച്ച് അങ്ങോട്ട് പാർലറിലേക്ക് പോകുന്നില്ല, ഞാൻ നേരെ പുറത്തേക്ക് പോക്കോളാം. ഓക്കെ, അടുത്ത ഒന്നുവേണ്ടി വാങ്ങിച്ചിട്ട് വാ. അതെ, ഇനി ഇങ്ങോട്ട് വരാൻ പറ്റും. തമാശ ബസാറില് നമ്മൾ ഒത്തിരി സെലിബ്രിറ്റീസിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഗായത്രി സുരേഷിന് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ, ഗായത്രിയുടെ ലൈഫില് ഗായത്രിക്ക് ഒത്തിരി വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഒരുപാട് നാളുകൾക്ക് ശേഷം ഗായത്രിയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പോവാണ്. സോ റെഡിയാണോ? റെഡി. അപ്പൊ ഞാൻ ഗായത്രിയുടെ കണ്ണൊന്ന് പൊത്താൻ പോവാണ്. ഇദ്ദേഹം വരുമ്പോ നമുക്ക് ആ സർപ്രൈസിൽ തന്നെ അത് കാണാം. കണ്ണ് പറയണ ആരും കാണണ്ട. അതെ, ആ വികാര പ്രകടനമൊന്നും ആരും കാണണ്ടാന്ന്. ദൈവമേ, ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി വളർന്ന് ഈ പരുവത്തിലായല്ലോ. എല്ലാം നന്ദി നിനക്ക്. ആരാ നോക്കിയേ? മാഷിന് ഓർമ്മ വരുന്നില്ല? ഇല്ല. അയ്യോ, മോളെ ചെറുപ്പത്തിലേ തൊട്ട് നൃത്തം പഠിപ്പിച്ച് ഇപ്പൊ ഒരു ചലച്ചിത്ര താരം പോലെ ആക്കിയതാരാ? ഈ മാഷ അല്ലേതാരാ? അല്ല സർ. മോളെ ഇത് ആരാന്ന് മനസ്സിലായില്ലേ? നാട്യഗോകുലം ബേബി മാഷ്. ഗായത്രിയെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയ ആ മഹത് വ്യക്തി. മോള് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാന്ന് തോന്നുന്നു ഞാൻ ആ സ്റ്റെപ്പ് ഇപ്പം വേണം കാണിച്ചത്. കിളാങ്കി കിളാങ്കി കിളാങ്കി. ഇത് 9ൽ പഠിക്കും ഞാൻ കാണിച്ചത്. മോളെ ഒന്നും ഓർക്കുന്നില്ല? അല്ല സർ, എന്നെ പഠിപ്പിച്ചത് അരുണ എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചർ ഉണ്ട്. അരുണൻ പാമ്പൊന്നും അല്ലാതെ വിടും. അയ്യോ, എന്നോട് കാര്യമായിട്ട് വന്ന് പറഞ്ഞ ഗായത്രിയെ പഠിപ്പിച്ച് വളർത്തിയത് ഇദ്ദേഹമാണെന്ന്. പിന്നെ ഒന്നുകൂടി ആലോചിച്ച് നോക്കി, ചിലപ്പോ ശരിയായിരിക്കും. പുള്ളി ഇത്ര ആത്മാർത്ഥമായിട്ട് പറയുമ്പോ എത്ര കാലം പഠിപ്പിച്ചു സർ? എന്തോ മോളെ 3 വയസ്സ് തൊട്ട് എനിക്ക് തോന്നുന്നത് 16:45 വരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല സർ, അല്ല. നിങ്ങളെ കുറ്റം പറഞ്ഞൊരു കഥയില്ല. നിങ്ങളെപ്പോലുള്ള ചലച്ചിത്ര താരങ്ങള് സിനിമയിൽ എത്തിക്കഴിയുമ്പോൾ പണ്ട് ഡാൻസ് പഠിപ്പിച്ചവരെയും സ്കൂളിൽ പഠിപ്പിച്ചവരെയും ഒക്കെ മറന്നു. അങ്ങനെയല്ല, ഈ കുട്ടി ഭയങ്കര ഗുരുത്തമുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ പറയരുത് മാഷേ. എന്റെ പൊന്നു കുട്ടി, ഞാൻ ഈ കുട്ടിയെ പഠിപ്പിച്ചതാണ്. ഈ കുട്ടിയെ മാത്രമല്ല, ആ നിൽക്കുന്ന ചെറുക്കനെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള സിനിമാറ്റിക് ഡാൻസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സിനിമാറ്റിക് ഡാൻസാ? അത് ഓർക്കുന്നില്ല? ഞാൻ പഠിച്ചിട്ടില്ല സിനിമാറ്റിക് ഡാൻസ്. നിങ്ങൾ കട്ടപ്പനയിലെ ഋതിക് റോഷനകത്ത് ഇങ്ങനെ ഒരു സാധനം കിടക്കുന്നുണ്ടോ? അത് ആര് പഠിപ്പിച്ചാ? അത് അതിന്റെ കൊറിയോഗ്രാഫർ. അതിന്റെ കൊറിയോഗ്രാഫർ ഒന്നുമല്ല, അവനെ പഠിപ്പിച്ചു വിട്ടിട്ടാ നിന്നെ പഠിപ്പിച്ചത്. അവന്റെ കൊറിയോഗ്രാഫർ നിങ്ങളെ പഠിപ്പിച്ചു. അപ്പൊ കുട്ടിയെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ചേട്ടൻ എനിക്ക് പരിചയമുള്ള പോലെ തോന്നുന്നുണ്ട്. എവിടെയാ? കലൂർ സ്റ്റാൻഡിൽ മറ്റേ മുറുക്കാൻ വിൽക്കാതിരുന്നിരുന്ന ചേട്ടനാണോ? അത്
അത് ഞാനല്ല, അത് വേറെ ആരാണ്ട് ഒരാളാണ്. പാർട്ട് ടൈം ആയിട്ട് അതുണ്ടായിരുന്നു. എന്റെ പൊന്ന്, നിങ്ങൾ വിഷയം മാറ്റരുത്. കാര്യം വളർന്നു വന്ന ഒരു കലാകാരന്മാരും കലാകാരിയാണ് ഈ നിൽക്കുന്നത്. ഇപ്പൊ വന്ന് പണ്ട് പഠിപ്പിച്ച ആളെ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ചേട്ടാ എന്റെ അമ്മയാണ് സത്യം, എനിക്ക് ചേട്ടനെ അറിയില്ല. എന്നെ അറിയില്ലെങ്കിൽ പിന്നെയാണ് അമ്മയെ എപ്പോഴും ചത്തിടുന്നത്. നിങ്ങളുടെ ശിഷ്യനെ ഒന്ന് ഇതാക്കട്ടെ അല്ലേ? ഹലോ, ആൾക്കാരെ ആ ഞാൻ മോളിലുണ്ട്. ഓ ഇപ്പൊ കണ്ടോണം. മോളി ആരാണ്? വൈഫാണോ? മാളില്ലാത്ത മോളി നിപ്പുണ്ടെന്നാ പറഞ്ഞ എന്റെ സുഹൃത്ത്. ഗുരുവേ നന്നായി വരും. അങ്ങനെ അനുഗ്രഹം വാങ്ങിക്കണം. അല്ലെ ചിലരെ പോലെ ഒന്നും അറിയാൻ പാടില്ലാത്തവരെ പ്രവർത്തിക്കരുത്. हे गायत्री सुरेश, मेरे को मालूम नहीं मेरी को ഊപ്പി മേ ധന പകലേ. തെറിയൊന്നും പറയാൻ അതിനുള്ള വഴക്കൊന്നും അത് എന്നെ പറഞ്ഞില്ല. തെറി പറഞ്ഞല്ലെന്ന്. യൂपी ऊपी में हाँ यूपी में बैंक का मीटिंग था मैं सोनल मैनेजर हूँ. ഓ നൈസ് ടു മീറ്റ് യു സർ, നൈസ് ടു മീറ്റ് യു. അതായത് ബാങ്ക് എംപ്ലോയീസിന്റെ ഫംഗ്ഷൻ എന്റെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. അതായത് ഫംഗ്ഷൻ ഏറ്റവും അവസാന ഐറ്റം എന്റേതാണ്. അതിനായിട്ട് ഏറ്റവും അവസാനം കൊണ്ട് വെച്ചേക്കണേ. അത് ഇടക്ക് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ എനിക്ക് പോകില്ലേ. ലാസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് പിരിച്ചുവിടാനായിട്ട് വേറെ അനൗൺസ്മെന്റ്. മനസ്സിലായി. നല്ല അഭിപ്രായമുണ്ട്. അതെ, ഞങ്ങളൊന്നും നടത്തിക്കോട്ടെ, ഒന്ന് മാറി തരാവോ? ഓ അവരായ അവരുടെ പാടായി. നമുക്ക് അവിടെ പോയിരിക്കാം. ഗുരുദക്ഷിണയല്ലേ, വെച്ചോളൂ. ഇതെന്നാ ചെക്ക്? അല്ല, ഞാനൊരു ബാങ്ക് മാനേജർ അല്ലേ. എന്റെ എല്ലാ ട്രാൻസാക്ഷനും അക്കൗണ്ട് ത്രൂ വഴിയേ ഞാൻ ചെയ്യാറുള്ളൂ. ഓ എന്തേലും ആട്ടെ, ഇത് ആ പെട്ടിക്കകത്ത് വെച്ച് പോകുന്ന നേരത്ത് തന്നാ മതി. ഞാൻ അന്ന് പഠിപ്പിച്ചു തന്ന ആ മുദ്രകളും സ്റ്റെപ്പും പെട്ടി കളിക്കുന്ന തട്ടിലാണ്. പെട്ടി മാറ്റി വെക്ക്. കളിക്കുന്ന തട്ടിലൊക്കെ അങ്ങനെ വെക്കരുത് പെട്ടി ഒരിക്കലും. പഠിപ്പിച്ചു തന്ന മറ്റേ സ്റ്റെപ്പുകൾ ഇത് ഓർമ്മയുണ്ടല്ലോ. ഒന്ന് കളിച്ച് കാണിക്കും. ദേവഗന്ധർവരാജ പൂജിതം നാട്യമണ്ഡപം ഇരുളിവിടയിടരേ മനസ്സ് ഈ അങ്കോപാങ്കത്തി എന്റെ ഒരുപാട് അംഗത്തിന് പങ്കം സംഭവിച്ചു. അയ്യോ എന്റെ അയ്യോ എന്താണ്? നിങ്ങൾ വലിയ കലാകാരന്മാരായിരിക്കും, ഞാനോ പാവം ഒരു ആട്ടോക്കാരൻ. ആട്ടോക്കാരനാ? ആട്ടക്കാരൻ. എന്റെ ഉള്ളിലുമുണ്ട് ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. എനിക്കതിനെ തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. ആവാസന്മാരായ നിങ്ങളുടെ മുമ്പിൽ ആടിയപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് ദൈവദത്തൻ തന്ന ഒരു കലയാണ്. ദൈവദത്തൻ? അതിനേതാ പറയുന്നത്? ദൈവദത്തമായ ഒരു കലയാണ്. അതാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്. എന്റെ കാലുകൾക്ക് ഇനി ഈ ചിലങ്കി അണിയാനുള്ള യോഗ്യതയില്ല. സത്യം, അത് ജനിക്ക. ആദ്യം നീ പഠിച്ചെന്റെ പാശതാ. ഉള്ളിൽ 1000 മുള്ളുകൾ കുത്തിയിറക്കുന്ന വേദനയിലും എന്റെ മനസ്സ് സന്തോഷിക്കാൻ ഞാൻ ഇതിവിടെ ഉപേക്ഷിക്കുകയാണ്. നോക്കിയിരിക്കാതെ മറ്റേ കല്ല് അഴിയടാ.
ഞാൻ എടുത്തോട്ടാ. വിഷ്ണു കൊടുത്ത കാശൊക്കെ മുതലാക്കാം. അങ്ങനെ നമ്മുടെ യുവതാരനിരയിലെ 2 കിഡിലൻ താരങ്ങൾ, നമ്മുടെ ഗായത്രിയും വിഷ്ണുവും നമ്മുടെ തമാശ ബസാറിൽ വന്ന് അടിച്ചു പൊളിച്ച ഒരു ഗ്രേറ്റ് സെലിബ്രേഷൻ ആയിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നതിൽ ഒത്തിരി സന്തോഷം. അപ്പൊ ഏതായാലും ഗായത്രിക്കും വിഷ്ണുവിനും എല്ലാവിധ ആശംസകളും. ഇനി മുന്നോട്ടുള്ള എല്ലാ പ്രൊജക്ടുകളും, ഇപ്പൊ നടക്കുന്ന പ്രൊജക്ടുകളും എല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളാവട്ടെ. 100 days, 150 days, അങ്ങനെ സൂപ്പർ ബമ്പർ ഹിറ്റുകളാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. രണ്ടുപേരും വന്നതിന് ഒത്തിരി നന്ദി. അപ്പൊ ഏതായാലും നിങ്ങൾ ഇങ്ങോട്ട് കേറി വന്നത് ഒരു അടിപൊളി ഡാൻസ് നമ്പറൊക്കെ ആയിട്ടാണ്. ഭയങ്കര എൻട്രി ആയിരുന്നു. അപ്പൊ എക്സിറ്റ് അടിക്കുമ്പോഴും അതുപോലെ തന്നെ അല്ലെ, ആ മാസ് കാണിച്ചു തന്നെ വേണം പോകാനായിട്ട്. നമുക്കിവിടെ നല്ല ഡാൻസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ മക്കളെ. എവിടെയാണ്? Come on, let's have some music. നീ പോയിക്കാ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദിസ് ഈസ് മൈ ജി മൈ ജനറേഷൻ ഡിജിറ്റൽ ഹബ് പ്രസൻസ് തമാശ ബസാർ, co-powered by Jipro Amazing Ceiling Designs. Goodbye. Bye. അണച്ചുപോടാ. இன்னைக்கு துர்காஷ்டமி. உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். അത് കലക്കി.